വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോവാണ്. അതിൻ്റെ ഒരു വ്ളോഗ് ആയിട്ടാണ് വന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ അങ്ങനെ ഇവിടെ എത്തി. ഇത് ഹോം സ്റ്റേ റിസോർട്ടാണ്. ഗൈസ്, അങ്ങനെ നമുക്ക് വീട്ടിലോട്ട് കയറാം. ഗൈസ്, അങ്ങനെ നമുക്ക് തുറക്കാം. ഇതാണ് ഗൈസ് അടുക്കള. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ ഒരു കായലൊക്കെ ഉണ്ട്, കണ്ട. ഗൈസ്, ഇവിടെ കായലുണ്ട്. ഇത് കണ്ട, ചീനവലയാണെന്ന് തോന്നുന്നു. ഒരു പ്രകൃതി രമണീയമായ ഒരു വീട് അല്ലേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അറിയില്ല. അടിപൊളി. എനിക്ക് വല്ല വീട് കിട്ടിയെങ്കിൽ ഞാനിപ്പോ ഈ വീട് കൊളാക്കണം. ശരിയാ, വെള്ളമൊക്കെ ഇറങ്ങി. ചൂട് കക്കയൊക്കെ കണ്ടോ? ചിപ്പിക്കക്ക. നമുക്കിനി ഓരോ റൂമിലും നമുക്കിനി ഓരോ റൂമിലോട്ട് പോവാം. രൂപ ഫസ്റ്റ് താഴത്തെ റൂമൊക്കെ കാണിക്കാം. ഗൈസ്, നമുക്ക് ഈ റൂമിലോട്ട് നമുക്ക് ഈ റൂമിലോട്ട് കയറാം. ഇതാണ് ഫസ്റ്റത്തെ റൂം. ഇതെന്താന്ന് വെച്ചാൽ ബാത്റൂമാണ്. ബാത്റൂം. നമുക്ക് ഇനി മേളിലോട്ട് കയറാം. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നിൽക്കാം. അവിടെ നിൽക്കണ്ട, അവിടെ വീണ് കഴിഞ്ഞാൽ നീ തീരത്തേ ഉള്ളൂ. നമുക്ക് മേളിലത്തെ റൂമൊക്കെ കാണിച്ചു. ഇവിടെ ഒരു പെയിന്റിങ് കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ? ആരോ ഒരു വ്യക്തി വരച്ചതാണ്. കായലിൻ്റെ അടുത്ത് വീട് കൊള്ളാം. അതുപോലെ തന്നെ ഇല്ലേ വീടും? കൊള്ളാം. നല്ല ചിത്രകലകാരും. ഇനി നമുക്ക് ഈ ഇവിടെ ഗൈസ്, ഇവിടെ കൈ ഇരുന്നൊരു ഇവിടെ കൈ ഇരുവാനൊരു വാഷ് ബേസൻ. വാഷ് ബേസൻ കൈ കഴുകാൻ ഇവിടെ ഒരു വാഷ് ബേസൺ ഉണ്ട്. പിന്നെ ഇവിടെയും കായലാണ് കാണുന്നത്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് കായലിൽ നിന്നിട്ട് ഇതൊക്കെ കാണിച്ചില്ലായിരുന്നോ? കണ്ട, ഇവിടെ റിസോർട്ട്. അത് വൺമള എന്ന് പറയുന്ന റിസോർട്ടാണ്. പിന്നെ തോണ്ടർ റിസോർട്ട് കാണുന്നത് അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റിസോർട്ട്. ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? താഴോട്ട് പോവാം. അല്ല, ഇവിടെ ഒരു റൂമുണ്ട്. ലൈറ്റ് ഇട്ടേ? ഫാനുണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോകാം. ഇവിടെ
എനിക്ക് പക്ഷേ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ, ഇതും പിന്നെ ആ കായലിൻ്റെ മേളിൽ എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ. നമ്മൾ മേളിൽ നിന്ന് പൊട്ടെത്തിയിരിക്കുന്നു. കണ്ട, ഇതാണ് ഞാൻ മേളിൽ നിന്ന് കാണിച്ച ആ റിസോർട്ട്. പിന്നെ അതുകൊണ്ട് ആ റിസോർട്ട് ഞാൻ മേളിൽ നിന്ന് കാണിച്ചു തന്നത്. ഇത് പൊക്കാൻ പറ്റുമോ? ഇവിടെ നിറച്ചും കക്കയാണ് ഗൈസ്. മറ്റേ ചിപ്പിക്കൊക്കെ എനിക്ക് പിന്നെ ചീത്ത ഏതാന്ന് തോന്നുന്നു. കണ്ട എന്താണ്? ഓ മറ്റേ മീൻ പിടിക്കുന്നത്, പക്ഷെ കൊള്ളായി. ഒരു മാമൻ ദോ അവിടെ ഇന്ന് ചൂണ്ടയിടുന്നു. ഒരു മാമനാണെങ്കിൽ ഇതോ നടന്നു പോകുന്നു. 2 മാമന്മാര് ചൂണ്ടയിടുന്നു. എന്നിട്ട് ഒരു മാമൻ നടന്നു അങ്ങ് പോയി. ഇല്ലല്ല, അവിടെ റിസോർട്ട് എടുക്കുന്നോ? റിസോർട്ട് എടുക്കാക്കോ? ഞാൻ ചീനവല ഒന്ന് കാട്ടി ഇത് കറങ്ങുന്നില്ല, ഭയങ്കര പാടാണ്. അതിനകത്ത് വലയില്ലല്ലോ, അതുകൊണ്ടാണ് അത് കറക്കാൻ പറ്റുന്നത്. ഇവിടെ ചൂണ്ട കിടപ്പുണ്ട്. മീൻ പിടിച്ചാലോ? വേണ്ട, പണിയല്ലോ കിട്ടും. മുട്ടും കൊളുത്ത് നോക്കാം. ചെല്ലല്ല, അവിടെ ചൂണ്ടയിട്ടു. ഇതിനകത്തൊന്നും മീൻ കിട്ടത്തില്ല. നീ ഉണ്ടെന്ന് തോന്നുന്നു. വലിയ ചൂണ്ടകളൊക്കെ ഉണ്ട്. ഇതിയും എല്ലാം മീൻ. ഇതിനകത്ത് വലിയ വലിയ മീൻ കാണുമോ? ഇവിടെ മൊത്തം കക്കയാ. ഗൈസ്, ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. വേണ്ട, മറിഞ്ഞു വീഴും. ഇത് കാലേ പൊത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കാലയെ കുറിച്ച് ചോരയും വന്ന് ഇവിടെ നടക്കത്തേ ഉള്ളു കേട്ടോ. ഞാൻ ഇറങ്ങി. ഇവിടെ മൊത്തം ഉറുമ്പ്. ഞങ്ങളൊന്നും ചെയ്തില്ല. വലയില്ലല്ലോ, വലയുണ്ടെങ്കിലേ നമ്മൾ താത്ത നമ്മൾ പൊക്കുമ്പോൾ മീൻ കിട്ടത്തുള്ളൂ. അത് വീണുപോയി ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അത് വലയിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ മീൻ കയറും. പിടിച്ചല്ലേ അത്രയും കയറ്റ വലിയ വീടിയാക്കാനാ. ആ വല ചീത്തയായി കീറിപ്പോയി. വല കീറിയോണ്ട് പൈസ ഞങ്ങള് വാങ്ങിച്ചോണ്ട് തന്നാ മതി. മീൻ പിടിക്കാതിരുത്ത് വിളിക്കാം, അന്നേരം വന്നാൽ മതി. വലയുണ്ടോ അവിടെ? വലയില്ലേ? പിന്നെ പെയിന്റൊക്കെ ഇളകി. നല്ല രസമുണ്ട് ഇത്. ആ പടം വരച്ച് വെച്ചേ. നല്ല രസമുണ്ടത്. ഇത് ഹോം സ്റ്റേ റിസോർട്ടാണ്. അത് കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരാം. ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്പർ. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് വിളിക്കുക. ഇവിടെ ഫാമിലി എല്ലാവർക്കും കയറാൻ പറ്റും. അന്നേരം നമുക്ക് ഗൈസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോയിലോട്ട് വരുന്നു. ബൈ.